നിങ്ങളിപ്പോൾ ജോബിന് കയറാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആയിരിക്കും. ഇപ്പോൾ ലിങ്ക്ഡിൻ അല്ലാണ്ട് ACCA പഠിച്ചവരിനെ മെയിനായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കരിയറിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ACCA കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലൂടെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജോബ് കണ്ടുപിടിച്ചതും അപ്ലൈ ചെയ്തതും. സോ ഇന്നത്തെ വീഡിയോ അതാണ്, ഇങ്ങനെ ACCA കരിയേഴ്സിലൂടെ നമുക്കൊരു ജോബ് കണ്ടുപിടിക്കാന്നുള്ളത്. നിങ്ങളിപ്പോൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. ഇപ്പോൾ അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല, ജസ്റ്റ് സ്കിപ്പ് അടിച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ജസ്റ്റ് ACCA കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫൈൻഡ് എ ജോബ് എന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡാണ് നമുക്ക് ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത്. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ ജോബ്സ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് ഇന്ത്യൻ ജോബ്സ് ആണല്ലോ. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ്സാണ് നമ്മൾ മെയിൻലി നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ലൊക്കേഷൻ ഏഷ്യ കൊടുത്തു, പിന്നെ ഇന്ത്യ സെലക്ട് ചെയ്യുക. സോ അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്ഷൻസ് ഇപ്പോൾ കേരളയിൽ 18 ജോബ് അവൈലബിൾ ആണ്, കർണാടകയിൽ 271 അവൈലബിൾ ആണ്. അതൊക്കെ ഇങ്ങനെ കാണിക്കും. അതേപോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് ഫിൽറ്റർ ചെയ്യുമ്പോൾ അതാത് ജോബ് വരുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ കറൻ്റ്ലി വേറെ സെക്ഷനിലേക്കൊന്നും പോകുന്നില്ല. എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ലെവൽ ന്യൂലി ക്വാളിഫൈഡ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ 9 ജോബ്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റത്തെ തന്നെ നോക്കാം. അപ്പോൾ ഈ തുറക്കുന്ന സമയത്ത് നമുക്ക് ലൊക്കേഷൻ ഏതാണ്, സാലറി എത്രയാണ്, എക്സ്പീരിയൻസ് ലെവൽ എത്രയാണെന്നൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വേണമെങ്കിൽ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്ത് വേണം, ലാംഗ്വേജ് എന്താണ്, കോമ്പൻസേഷൻ ബോണസ് എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട സെക്ഷൻ വരുന്നത്. നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും പിന്നെ നമ്മുടെ CV ആഡ് ചെയ്യണം. പോരാത്തന്നെ ഒരു കവർ മെസ്സേജ് കൂടെ ആഡ് ചെയ്തിട്ട് 2-3 ചെക്ക് ബോക്സ് ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോബിന് അപ്ലൈ ചെയ്തു. സോ നിങ്ങളിപ്പോൾ ഓരോ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് CV അപ്ലോഡ് ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോൾ ഈ ACCA കരിയേഴ്സ് എന്നുള്ള സൈറ്റിൽ സൈൻ ഇൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു CV അപ്ലോഡ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നുകൊണ്ടിരിക്കും. പിന്നെ ചില ജോബ്സിൽ നമ്മൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല ഇൻ്റർഫേസ് വരിക. നമുക്കിവിടെ നെയിം, ഇമെയിൽ അഡ്രസ്സ്, CV ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ആയിരിക്കില്ല വരിക. നമ്മൾ അവരിൻ്റെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ലിങ്കാണ് വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EYൻ്റെ ജോബ്സൊക്കെ മെയിൻലി അങ്ങനെയാണ് വരിക. അതായത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അവരുടെ സൈറ്റിലേക്കുള്ളൊരു ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ അത് EYൻ്റെ ജോബ് എന്തെങ്കിലും കാണിച്ചു തരാം. തൽക്കാലം ഇപ്പോൾ ഈ ഫിൽറ്റർ മാറ്റുകയാണ്. സോ യെസ്, ഇവിടെ ഒരു EYൻ്റെ ജോബ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഇവിടെ ലെഫ്റ്റ് സൈഡ് ആ ഡീറ്റെയിൽസ് ഉണ്ട്, റൈറ്റ് സൈഡ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. താഴെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ലൈ ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് EYൻ്റെ സൈറ്റിലേക്കായിരിക്കും. സോ ലോഡിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുറന്ന് വന്നിരിക്കുന്നത് EYൻ്റെ സൈറ്റാണിത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് ക്ലോസ് ചെയ്യാന്നിപ്പോൾ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂലി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ മുമ്പ് ഫിൽറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പാർട്ട് ക്വാളിഫൈഡ് ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റാം എന്നൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടും ജോബ് വരാം. സോ നിങ്ങൾ ഈ ഫിൽറ്റേഴ്സിന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യരുത്. ജോബ് ഡിസ്ക്രിപ്ഷനും വായിച്ച് നോക്കുക. ഇത് മെയിൻലി ഇഷ്യൂ വരുന്നത് ഈ എക്സ്പീരിയൻസ് ലെവലിൻ്റെ കാര്യത്തിലാണ്. അല്ലാണ്ട് ലൊക്കേഷൻസൊക്കെ കറക്റ്റായിട്ടായിരിക്കും വരിക, അതൊന്നും കുഴപ്പമില്ല. ഈ എക്സ്പീരിയൻസ് ലെവലിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ജോബിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സോ അത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ തന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, നമ്മളുടെ എംപ്ലോയർ എങ്ങനെയാണ് നമ്മളെ കൺസിഡർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതിൽ കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, പക്ഷെ ഒരു ഇൻസൈറ്റ് കിട്ടും എന്തൊക്കെയാണ് നടക്കുന്നുള്ളതെന്ന്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇതിൽ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക മാത്രം ഒന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ എല്ലാം മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മളുടെ ACCA കരിയേഴ്സ് എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടി നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള വീഡിയോസ് കാണാൻ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.